നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഏട്ടത്തി പാല് തിളപ്പിച്ച ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് പോയി. ഈ ഏട്ടത്തിയുടെ ശ്രദ്ധ കുറവുണ്ടല്ലേ? ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തില്ലെന്നോ? നിന്നോട് ആരെ സോന ഇത് പറഞ്ഞ്? പാല് തിളച്ചപ്പോ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാ ഞാൻ ചായപാത്രം ഇറക്കി വെച്ചത്. പിന്നെങ്ങനെ ഗ്യാസ് ലീക്കായത്? പിന്നെ എങ്ങനെ ഗ്യാസ് ലീക്കായിന്ന? ഞാനും അമ്മയും ചെന്ന് നോക്കുമ്പോ നോബ് തുറന്നു കിടക്കാം. ഏട്ടത്തി ഓഫ് ചെയ്ത നോബ് താനേ തുറന്നു വരില്ലല്ലോ. ഓ, അതൊന്നും എനിക്ക് അറിയില്ല. ഞാൻ ഗ്യാസ് ഓഫാക്കിയത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഓഫാവാതെ സ്റ്റൗവിലെ തീ അണയില്ലല്ലോ. തീ അണഞ്ഞാലല്ലേ ഗ്യാസ് പുറത്തു പോവും. തീ അണയാനേ ചെറിയ കാറ്റടിച്ചാ മതി. ഇത്രയും വലിയൊരു തെറ്റ് സംഭവിച്ചിട്ട് അതിനെ ന്യായീകരിക്കാൻ നോക്കരുത്. സോനം, മതി. ദൈവം സഹായിച്ച് അപകടമൊന്നും സംഭവിച്ചില്ലല്ലോ. അബദ്ധം ആർക്കും പറ്റും. അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും ഗ്യാസ് ഓൺ ചെയ്ത് വെക്കുവോ? എന്താ സോന ചുമ്മാ നീ ഉടക്കുണ്ടാക്കാതെ? ചുമ്മാ ഏട്ടാ അറിഞ്ഞോണ്ട് ചെയ്താന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അബദ്ധം പറ്റിയ ആള് അത് സമ്മതിക്കാനുള്ള മനസ്സെങ്കിലും കാണിക്കണ്ടേ? അബദ്ധം പറ്റിയാലല്ലേ ഞാൻ സമ്മതിക്കേണ്ടതുള്ളൂ. എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടില്ല, ഇനി പറ്റുകയില്ല. കേട്ടില്ലേ ഏട്ടാ? ഏട്ടത്തി കിച്ചണിൽ നിന്ന് വന്ന ശേഷം ആരും അങ്ങോട്ട് പോയിട്ടില്ല. അമ്മയ്ക്ക് ചായ ഇട്ട് തരാന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോ അമ്മ ഗ്യാസ് മണത്തിട്ട് പുറകെ ഓടി വന്ന് എന്നെ തടയായിരുന്നു. അതെന്താ മുന്നേ പോയിട്ട് നിനക്ക് ഗ്യാസ് മണക്കാത്തത്? നിങ്ങൾ ഇങ്ങനെ ചെയ്തു വെക്കുന്ന ആരെങ്കിലും വിചാരിച്ചോ? ഒന്ന് നിർത്ത് സോനെ. എനിക്ക് അങ്ങനെ ഒരു മുന്നറിയിപ്പ് ദൈവം തോന്നിച്ചുകൊണ്ട് ആർക്കും ഒരു ആപത്തും വന്നില്ലല്ലോ. എല്ലാം അവസാനിച്ചില്ലേ? എന്റെ അമ്മേ, എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടില്ല. അത്രയ്ക്ക് അശ്രദ്ധയോടെ ഞാൻ ഒരു ജോലിയും ചെയ്യാറില്ല. എന്റെ അനുപമേ, ഏട്ടത്തി ഭയങ്കര പെർഫെക്റ്റ് ഒക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഗ്യാസ് എങ്ങനെ ലീക്കായി ഏട്ടത്തി പറ. ഈ വീട്ടിൽ ഇപ്പൊ നമ്മൾ മാത്രമേ ഉള്ളൂ. ഏട്ടത്തി പറ അങ്ങോട്ട്. ഇത് ഏട്ടത്തിക്ക് പറ്റിയ അബദ്ധം അല്ലെങ്കിൽ ഞാനും അമ്മയും കൂടി ഏട്ടത്തിയെ കുറ്റപ്പെടുത്താൻ വേണ്ടി നടത്തിയ ഡ്രാമയായിരിക്കും. അങ്ങനെ കരുതുന്നുണ്ടോ? ഉണ്ടോന്ന്? എന്റെ സോന, ഇല്ല. നീ ഇപ്പൊ എന്നെ കുറ്റപ്പെടുത്തുന്ന പോലെ വ്യക്തമായ തെളിവില്ലാതെ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തില്ല. അതുപോലെ നീ ഇനി എത്ര വാശി പിടിച്ചാലും ചെയ്യാത്ത കുറ്റം ഞാൻ സമ്മതിച്ചു തരേയില്ല. അപ്പൊ ഞാൻ ഇതുവരെ ഏട്ടത്തിക്ക് അബദ്ധം പറ്റിയതാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മനഃപൂർവ്വം ചെയ്താണെന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഈശ്വരാ, ഈ ഒളിച്ചോട്ടം കാണുമ്പോഴേ ആരെ ഒതുക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്താണെന്ന് കരുതേണ്ടി വരും. എനിക്ക് ആലോചിക്കുന്നൊരു ശരീരം വിറക്കേട്ടാ. എന്റെ മോള് ഞാനിപ്പോ കത്തി കരിഞ്ഞു കിടക്കണ്ടായിരുന്നു. അതിന് കാരണക്കാരിയായവരെ ഒരബദ്ധം പറ്റിയെന്ന് സമ്മതിക്കാൻ പോലും തയ്യാറല്ലെങ്കിൽ ഞാൻ പിന്നെ എന്ത് പറയണം? ഏട്ടത്തി അമ്മയെ പോലും കയ്യിലെടുത്ത് ഈ വീടിന്റെ അധിപയായി മാറി. ഞാൻ അവരുടെ ഭാഗത്ത് തെറ്റ് കണ്ട തെറ്റാണെന്ന് തന്നെ പറയും. മോളെ, എന്റെ ഇന്ദ്ര, അവള് പറയുന്നൊന്നും നീ കാര്യാക്കണ്ട. കുറച്ച് കഴിയുമ്പോഴേ പറഞ്ഞതൊക്കെ തെറ്റായി പോയെന്ന് അവക്ക് തന്നെ ബോധ്യാവും. നീ ചെന്ന് അനുപമയോട് വിഷമിക്കണ്ടെന്നൊന്ന് പറ. ചെല്ലേ.